അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മുന്നിലുള്ള ഏറ്റവും വലിയ വഴിയാണ് രാത്രി നമസ്കാരം അഥവാ തഹജ്ജുദ്. അള്ളാഹു തന്റെ പ്രവാചകനോട് കൽപ്പിച്ചത് രാത്രിയുടെ പകുതിയോ അതിൽ കുറവോ സമയമെടുത്ത് ഖുർആൻ പാരായണം ചെയ്യാനാണ്. എന്നാൽ ഇവിടെ അള്ളാഹു പ്രാധാന്യം നൽകിയത് എത്ര സമയം പ്രാർത്ഥിച്ചു എന്നതിനല്ല, മറിച്ച് എങ്ങനെ പ്രാർത്ഥിച്ചു എന്നതിനാണ്. 1. തിരക്കില്ലാത്ത ഖുർആൻ പാരായണം. അള്ളാഹു പ്രവാചകനോട് പറഞ്ഞു, ഖുർആൻ സാവധാനം ഈണത്തിൽ പാരായണം ചെയ്യുക. ഖുർആൻ എന്നത് വെറുമൊരു വായനയല്ല, അത് ഭാരമേറിയ അഗാധമായ അർത്ഥങ്ങളുള്ള വചനങ്ങളാണ്. ഒരു പുസ്തകത്തിന്റെ ആദ്യ പേജ് വായിക്കുമ്പോൾ അത് ഹൃദയത്തിൽ പതിയാതെ അടുത്ത പേജിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ലല്ലോ. അതുപോലെ ഖുർആനിലെ ഓരോ വചനവും അതിൻ്റെ മാധുര്യം നുകർന്നുകൊണ്ട് സാവധാനം ഹൃദയത്തിലേറ്റണം. 2. അള്ളാഹുവുമായുള്ള സ്വകാര്യ നിമിഷങ്ങൾ അഥവാ സ്പിരിച്വൽ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ഓരോ ദിവസവും അള്ളാഹുവുമായുള്ള സ്വകാര്യ സംഭാഷണത്തിലൂടെയാണ് ആരംഭിക്കേണ്ടത്. അത് വെറും 5 മിനിറ്റാണെങ്കിൽ പോലും ആ സമയം മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. നമ്മുടെ ആത്മീയമായ പ്രഭാത ഭക്ഷണമാണത്. ഈ സമയം മാറ്റിവെക്കാത്ത ഒരാളുടെ ദിവസം ആത്മീയമായി ശൂന്യമായിരിക്കും. അത് നമ്മളിൽ ഉത്കണ്ഠയും ഹൃദയകാഠിന്യവും ഉണ്ടാക്കും. ഹൃദയത്തിൽ തുരുമ്പു പിടിച്ചാൽ പിന്നീട് നമുക്ക് തെറ്റുകൾ ചെയ്യാൻ യാതൊരു മടിയും തോന്നില്ല. അതുകൊണ്ട് പകൽ വെളിച്ചത്തിനു മുൻപേ അള്ളാഹുവുമായി മാത്രം സംസാരിക്കാൻ ഒരു സമയം കണ്ടെത്തുക. കണ്ണുനീരിന്റെ വില. പ്രവാചകന്റെ ജീവിതത്തിലെ 3 പ്രധാന സന്ദർഭങ്ങൾ ഈ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. അവിടുത്തെ കരച്ചിൽ. ഒരിക്കൽ ബിലാൽ ഒന്നവിടെ പ്രവാചകനെ കാണുമ്പോൾ അവിടുന്ന് പാതിരാത്രിയിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അവിടുത്തെ കണ്ണുനീർ കൊണ്ട് താടി തടം വരെ നനഞ്ഞിരുന്നു. ആകാശഭൂമികളുടെ സൃഷ്ടിയെക്കുറിച്ചുള്ള വചനങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഇത്രയേറെ കരഞ്ഞത്. എത്ര പേജ് പാരായണം ചെയ്തു എന്നതല്ല, എത്രത്തോളം കണ്ണുനീരൊഴുക്കി എന്നതിലാണ് കാര്യം. ഒരു വചനം 8 മണിക്കൂർ. ഒരു രാത്രി മുഴുവൻ ഒരേ ഒരു വചനം മാത്രം ആവർത്തിച്ചു ചൊല്ലി പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് ശിക്ഷ നൽകുകയാണെങ്കിൽ അവർ നിന്റെ ദാസന്മാരാണ്, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ സർവശക്തനാണ് എന്ന വചനമായിരുന്നു അത്. ഹൃദയത്തിൽ എത്രത്തോളം തട്ടിയിട്ടുണ്ടാകണം എന്നാലോചിച്ചു നോക്കൂ. വീർത്തുവന്ന പാദങ്ങൾ. കാലുകൾ വീർത്തു വരുന്നതുവരെ പ്രവാചകൻ നമസ്കരിക്കുമായിരുന്നു. പാപങ്ങൾ പൊറുക്കപ്പെട്ട അവിടുന്ന് എന്തിനാണിങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള ഒരു ദാസനാകണ്ടേ എന്നായിരുന്നു മറുപടി. ആരാധനയുടെ എഞ്ചിൻ ഹൃദയം. ഒരു വിമാനം പറക്കാൻ കരുത്തുറ്റ എഞ്ചിൻ വേണം. അതുപോലെ നമ്മുടെ ആരാധനകൾക്ക് ജീവൻ നൽകുന്നത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിൽ അള്ളാഹുവോടുള്ള സ്നേഹവും ഭയവും കടപ്പാടുമില്ലെങ്കിൽ നമ്മുടെ നമസ്കാരം വെറും ശാരീരിക ചലനങ്ങൾ മാത്രമായി മാറും. പ്രവാചകന്റെ ആരാധനകൾ മഹത്തരമായത് അവിടുത്തെ ഹൃദയത്തിന്റെ ആഴം കൊണ്ടാണ്. 5. എങ്ങനെ തുടങ്ങണം? ഒറ്റയടിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. ആദ്യം നിങ്ങളുടെ നിർബന്ധ നമസ്കാരങ്ങൾ അഥവാ ഫർദ് കൃത്യസമയത്ത് മനസാന്നിധ്യത്തോടെ നിർവഹിക്കാൻ ശീലിക്കുക. 1 മാസം അത് പതിവാക്കിയാൽ പിന്നീട് സുന്നത്ത് നമസ്കാരങ്ങളിലേക്ക് കടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട തത്വം തുടർച്ചയാണ്, കൺസിസ്റ്റൻസി. ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് മുടങ്ങാതെ ചെയ്യുക. മലകളുണ്ടാകുന്നത് ചെറിയ കല്ലുകൾ കൂടിച്ചേരുമ്പോഴാണ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം ചെറുതാണെങ്കിലും മുടങ്ങാതെ ചെയ്യുന്നവയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ദൈർഘ്യം കൊണ്ടല്ല, ആഴം കൊണ്ടളക്കപ്പെടട്ടെ. അള്ളാഹുവുമായുള്ള ആ സുന്ദരമായ ബന്ധം കെട്ടിപ്പടുക്കാൻ ഇന്നു മുതൽ നമുക്ക് ശ്രമിക്കാം. അസ്സലാമു അലൈക്കും.